രാമൻ നായരെ, ഇന്ദുക്കുഞ്ഞ് വന്നിട്ടുണ്ട്. ആ എവിടെ? വിളിക്കൂ. മോളെ എന്തോ അച്ഛൻ. ആ നീ എപ്പോഴെത്തി? ഉച്ചയ്ക്ക്. ആ എങ്ങനാ, ലീവ് ഉണ്ടോ? ഇല്ല, നാളെ ഉച്ചയ്ക്കെങ്കിലും പുറപ്പെടണം. എങ്കിലേ രാത്രി ആകുമ്പോഴേക്കും അവിടെ എത്തൂ. എന്നാ പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് ഓടിപ്പോന്നേ? ഒക്കെ അനാവശ്യ ചെലവല്ലേ. രാമൻ നായരെ, കുളിക്കാൻ കുറച്ച് വെള്ളം എടുത്ത് വയ്ക്ക. മോളച്ഛനെ കാണാൻ വരുന്നത് അനാവശ്യ ചെലവാണോ? എന്തോ രാമൻ നായരെ, ഞാൻ പുലർച്ചയ്ക്കേ വരൂ. പോണത് എവിടേക്കാന്ന് മനസ്സിലായല്ലോ. അവിടെ തന്നെ ഇപ്പൊ കിടപ്പും. ഇന്ന് കുഞ്ഞ് കണ്ടല്ലോ. അവളെന്തോ കൈവശം കൊടുത്തിട്ടുണ്ടെന്നാ തോന്നണേ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനൊരു ബന്ധമുണ്ടോ? കുഞ്ഞിന്റെ അമ്മ ദണ്ണം സഹിക്കാഞ്ഞ് തറവാട്ടുമുറ്റത്ത് തൂങ്ങി മരിച്ചു. നാട്ടുകാർ മുഴുവൻ പറഞ്ഞു. എന്നിട്ടും മനസ്സ് മാറാതെ. ചെറുപ്പക്കാർ വല്ലവരും ആണെങ്കിൽ പോട്ടേന്ന് വെക്കാം. ഇതിനൊക്കെ കണക്ക് പറഞ്ഞ് അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. നോക്കിക്കൂ, പറമ്പ് ഓരോന്നോരോന്നായി അവൾ എഴുതി വിൽപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം ഈ തറവാടും. കുഞ്ഞിന് ജോലി കിട്ടിയത് ഭാഗ്യം. ഇനി അവളിവിടെ എന്നാ താമസിക്കാൻ വരുന്നെന്നാ എന്റെ പേടി. ഇത് അതിലേ നിൽക്കൂ. എന്റെ ഭഗവതി, ഞാനിനി അവൾക്ക് കൂടി വച്ചു വളമ്പി കൊടുക്കേണ്ടി വരുമോ? ആഹാ, നീ പുറപ്പെട്ടു കഴിഞ്ഞോ? എന്റെ ബാലേട്ടൻ ഒരുപാട് കറുത്തു. വെയില് കൊണ്ടിട്ടാ. കൃഷിക്കാരനല്ലേ മോളെ, വെളുത്തിരിക്കാൻ പറ്റുമോ? എന്റെ കൃഷിക്കാരന് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. എന്ത് സമ്മാനമാ എന്റെ ടീച്ചറെ? ഏയ്, എന്നെ ടീച്ചറെന്ന് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ആ, എനിക്ക് ബാലേട്ടന് എപ്പോഴും നീല ഷർട്ട് ഇടുന്നതാണ് ഇഷ്ടം. നീല ബാലേട്ടന് നന്നായി ഇണങ്ങും. ആഹാ, മോളെപ്പോഴാ വന്നത്? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. പുറപ്പെട്ടോ? ആഹാ, എന്നിട്ട് നീ എന്താടാ നോക്കിയിരിക്കുന്നത്? അവളെ കൊണ്ടാക്കണ്ടേ? മോൾ ഊണ് കഴിച്ചോ? എന്നാ വാ, ചോറ് വിളമ്പാ. ഞങ്ങൾ അറിഞ്ഞേയില്ല അമ്മ വന്നത്. ഞാനങ്ങ് വിളറിപ്പോയി. പിന്നെ ഞങ്ങളങ്ങ് മാനേജ് ചെയ്തു. ഇനി എന്ന് വരും പുള്ളിക്കാരൻ? അടുത്ത ആഴ്ച വരാമെന്നാ പറഞ്ഞിരിക്കുന്നത്.
എക്സ്ക്യൂസ് മീ ടീച്ചർ, ഹലോ. ഹോസ്റ്റലിലേക്കല്ലേ? ആ, ഞാൻ കൊണ്ടുവിടാം. വേണ്ട പിന്നെ, താങ്ക്സ്. ഞാൻ Come on, teacher, please. Please, please. താങ്ക് യു. ഞാൻ നോക്കിയിട്ട് ഫാദറേ ഉള്ളൊരു ആശ്രയം. എൻ്റെ ഈ ആഗ്രഹം ടീച്ചറിന് ഒന്ന് പറയണം. ഫാദർ ആവുമ്പോൾ, അല്ല, ഫാദറിന് ഇത് കഴിയൂ. പക്ഷേ വിനോദ്, ഞാൻ എന്താ പറയേണ്ടത്? ഒന്നുമില്ല അച്ഛോ. ടീച്ചറില്ലാതെ വിനോദിന് ജീവിക്കാൻ കഴിയില്ലെന്ന് അച്ഛനൊന്ന് പറഞ്ഞാൽ മതി. ഒരു ഓപ്പണിംഗ് കിട്ടിയാൽ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. പറയുന്നതിന്റെ അല്ല, പക്ഷേ വിനോദ്, ഞാനൊരു വൈദികനല്ലേ? അതിനെന്താ? ടീച്ചറിന് ഫാദറിനെ എന്ത് ഇഷ്ടമാണെന്നോ? ഈസി ഇറ്റ്? അതെ. വാച്ചോ, എനിക്ക് വേണ്ടി ഇതൊന്നും ചെയ്യണം. പക്ഷേ ഒരു പക്ഷമില്ല എന്റെ പൊന്നച്ഛൻ. വാ പ്ലീസ്, 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 പ്ലീസ്. ഓക്കെ, വന്നേ. ഓക്കെ. എന്നോട് നേരിട്ട് പറയാമായിരുന്നല്ലോ. ഞാനിത് എങ്ങനെ അങ്ങോട്ട് പറയുമെന്ന് ആലോചിക്കായിരുന്നു. എന്തിനാ അച്ഛനെ ഇതിന് ബന്ധപ്പെടുത്തിയത്?